എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും. കേരളത്തിൽ പാർലമെന്റ് സീറ്റിൽ NDAക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും UDF-ഉമാണ് എന്നതിൽ യാതൊരു സംശയം. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ജയിച്ചു. ആരാണ് വോട്ട് മറിച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്ക് വോട്ട് കണ്ടപ്പോൾ മനസ്സിലായി. സുരേഷ് ഗോപിന്റെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി ഇതുകൊണ്ട് പോവാ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരലും നക്കി. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എന്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറെ നിങ്ങളുടെ അച്ഛൻ. ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ കബേർഡിനകത്ത് സ്കെൽട്ടം വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്. നോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും. എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും. ചേട്ടന് അടിപൊളിയാട്ടോ.